പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വർഷം അവസാനിച്ചു, ഒരു പുതിയ വർഷത്തിലേക്ക് 2026 നമ്മൾ പ്രവേശിക്കുന്നു. പുതിയ വർഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവവചനത്തിൽ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നാം വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വേദഭാഗമുണ്ട്. കൊരിന്ത്യരുടെ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഒരു പുതുക്കപ്പെടലിൻ്റെ അനുഭവമാണെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം എന്നുള്ളത് പുറമേയുള്ളതാകുന്ന കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ ബാഹ്യമാകുന്ന ചില വ്യത്യാസങ്ങളല്ല, അതിനേക്കാൾ ഉപരിയായി വളരെ റാഡിക്കലായി ആന്തരികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു പുതുമയുടെ അനുഭവമാണ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഓൾ ടുഗെദർ ന്യൂ എക്സ്പീരിയൻസ് ടു ബി എ ക്രിസ്ത്യൻ. ഒരു ക്രിസ്ത്യാനിയാകുക എന്നുള്ളത് നിശ്ചയമായിട്ടും ഒരു പുതിയ അനുഭവമാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എഹെസ്കേലിൻ്റെ പ്രവചനം 36-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: പുതിയ ഒരു ഉടമ്പടി ദൈവം ഇസ്രായേലുമായിട്ട് ചെയ്യും. ആ പുതിയ ഉടമ്പടിയെക്കുറിച്ച് ദൈവവചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. സോ പുറമേ ഉള്ളതാകുന്ന താൽക്കാലികമാകുന്ന ബിഹേവിയറൽ ചേഞ്ചസിനേക്കാൾ ഉപരിയായിട്ട് ആന്തരികമായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ ഉള്ളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു പുതുമയുടെ അനുഭവമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം. അതുകൊണ്ടാണ് പുതിയ ഉടമ്പടിയെക്കുറിച്ച്, ആ ന്യൂ ടെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ന്യൂ കവനൻറ്റിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്നത്: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. പിന്നീട് തുടർന്ന് പറയുന്നുണ്ട്: ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. അപ്പോൾ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് വളരെ അടിസ്ഥാനപരമാകുന്ന ഒരു പുതിയ തുടക്കമാണ്, അല്ലെങ്കിൽ പുതിയ അനുഭവമാണ്. ഇറ്റ് ബിഗിൻസ് വിത്ത് എ ന്യൂ ഹാർട്ട് ആൻഡ് ദെൻ ഇറ്റ് കണ്ടിന്യൂസ് വിത്ത്, അത് തുടരുന്നത്. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു: ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നതിൻ്റെ അടയാളമായിട്ട് സ്നാനത്തെ വളരെ പ്രതീകാത്മകമായിട്ട് ഉപയോഗിക്കുന്ന ആ ഭാഷാ പ്രയോഗത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു: നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ഇപ്പോൾ നാം ജീവൻ്റെ പുതുക്കത്തിൽ we are walking in the newness of life. So Christian life continues with a daily walk in the newness of life. ഒരു പുതിയ അല്ലെങ്കിൽ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്ന അനുഭവമാണ് ക്രിസ്തീയ ജീവിതം. അങ്ങനെയുള്ളതാകുന്ന ആ ക്രിസ്തീയ ജീവിതത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്നുള്ളത് ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായുള്ള യാഗമായി സമർപ്പിപ്പീൻ. അടുത്ത വാക്യം: ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് രൂപാന്തരപ്പെടുവിൻ. റിന്യൂവിങ് അവർ മൈൻഡ് ഡെയിലി. നമ്മുടെ ചിന്തകളും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും മാറുകയാണ്. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സവിശേഷത.
അങ്ങനെ മാറുമ്പോഴാണ് ദൈവത്തിൻ്റെ നന്മയും ദൈവത്തിന് പ്രസാദകരവും പൂർണ്ണതയുമുള്ള പെർഫെക്റ്റായിട്ടുള്ള ദൈവഹിതപ്രകാരം നമുക്ക് ജീവിപ്പാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല, പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ 2 കൊരിന്ത്യരുടെ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. വി ആർ ബീയിങ് റിന്യൂവ്ഡ് ഡേ ബൈ ഡേ. അപ്പോൾ ആ ഒരു പുതിയ അനുഭവത്തിൽ ഓരോ ദിവസവും പുതുക്കപ്പെടുന്ന റിന്യൂവൽ അനുഭവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്നുള്ളത്. ഇനിയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ വാട്ട് ബിഗാൻ ഇൻഡിവിജ്വലി, വ്യക്തിപരമായിട്ട് അങ്ങനെയുള്ള ഒരു പുതുക്കത്തിൽ ആരംഭിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതമെങ്കിൽ അതിൻ്റെ കൺസ്യൂമേഷൻ, അതിൻ്റെ സമ്പൂർണതയെന്നുള്ളത് വാട്ട് ബിഗാൻ ഇൻ അസ് ഇൻഡിവിജ്വലി, വ്യക്തിപരമായിട്ട് നമ്മിൽ ആരംഭിക്കുന്ന ആ പുതുക്കത്തിൻ്റെ ആ കൺസ്യൂമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ നിവൃത്തി സംഭവിക്കുന്നത് നമ്മൾ വായിക്കുന്നത് അതിൻ്റെ ലക്ഷ്യം 21-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്: ഇതാ, മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. 1-ാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസ്യ യോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ വ്യക്തിപരമായിട്ട് നമ്മിൽ ആരംഭിക്കുന്ന ആ പുതുമയുടെ അനുഭവം, അതിൻ്റെ ആ നിവർത്തീകരണം ആത്യന്തികമായിട്ട് എല്ലാ ദൈവമക്കളും എല്ലാ ആ പഴയ ക്രമത്തിലുള്ള ആ ഓൾഡ് ഓർഡറിലുള്ളതെല്ലാം കഴിഞ്ഞു പോയിട്ട് ഒരു പുതിയ ക്രമത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അത് പുതുമയുള്ള അനുഭവമാണ്. അന്നത്തെ അനുഭവം എന്താണ്? അവിടെ കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, എല്ലാം പുതുതാക്കി തീർക്കുന്ന അനുഭവം. സത്യത്തിൽ ഈ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുന്നത് ആർക്കാണ്? നിശ്ചയമായിട്ടും ഒരുവൻ ക്രിസ്തുവിൽ ആകുന്നുവെങ്കിൽ ആ പുതിയ സൃഷ്ടിയുടെ അനുഭവം അവനിൽ ആരംഭിക്കുന്നു. അതിൻ്റെ നിവൃത്തീകരണം പുതിയ സൃഷ്ടികളായി തീർന്ന എല്ലാവരുടെയും നടുവിൽ ദൈവം എന്നേക്കുമായി അവിടുന്ന് വാഴുന്ന ദൈവവുമായിട്ടുള്ള നിത്യമാകുന്ന, ഇനി ഒരിക്കലും മാറിപ്പോകാത്ത, പഴയതെല്ലാം കഴിഞ്ഞ ശേഷം ആ പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന നിവൃത്തിയാണ് ദൈവവചനം ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൂർത്തീകരണമായിട്ട് വിഭാവനം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ പുതിയ വർഷത്തിൽ ഈ പുതുക്കപ്പെട്ട അനുഭവത്തിലേക്ക്, വീണ്ടും ജനിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും യേശു കർത്താവിൽ കൂടെ ആ പുതിയ സൃഷ്ടിയായിത്തീരുന്ന ആ ബോൺ അഗെയിൻ എക്സ്പീരിയൻസിലേക്ക് കടന്നു വരുവാൻ ദൈവം എല്ലാവർക്കും കൃപ തരട്ടെ. താങ്ക് യു. God bless you all. Have a blessed New Year 2026.